2 പ്രോസിക്യൂട്ടർമാർ ഞങ്ങളെ കൊണ്ട് വയ്യ, കോർട്ട് ഹോസ്റ്റലിലാണെന്ന് പറഞ്ഞാൽ അവർ പണി നിർത്തി പോകുന്നു. ഇരയാക്കപ്പെട്ട ആൾ ഹയർ കോർട്ടിൽ പോയി പറയുന്നു ഞാൻ നീതി പ്രതീക്ഷിക്കുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വേറൊരു സംഗതി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനാണ് ഈ വിധിയെ അല്ലെങ്കിൽ ജഡ്ജിയൊക്കെ വിമർശിക്കുന്ന പല സംഗതികളും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു തരം ദിലീപ് ഈ കേസിൽ പ്രതിയായി, അതേപോലെ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു സെലിബ്രിറ്റിയാണ്, അങ്ങനെയുള്ള ഒരു ഭയങ്കരമായൊരു മീഡിയ ഹൈപ്പ് ഈ കേസിനുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ കോടതികൾ അങ്ങനെ ഈ മീഡിയ ഹൈപ്പും അതിൻ്റെ പ്രാധാന്യവും VIP സെലിബ്രിറ്റി സ്റ്റാറ്റസൊക്കെ നോക്കിയിട്ടാണോ കോടതികൾ വിധി പറയേണ്ടത്? കോടതികൾ സൂക്ഷ്മമായി അതിൻ്റെ നിയമവശങ്ങൾ പഠിച്ചിട്ടല്ലേ ഒരു ജഡ്ജിക്ക് അതിൽ സെൻറ്റൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു തരം ബഹളം, ഒരു തരം ആവേശം, കൈൻഡ് ഓഫ് മീഡിയ ട്രയൽ ഇവിടെ നടക്കുകയാണ് എന്ന വിമർശനം, വളരെ സത്യസന്ധമായിട്ട് തന്നെ ആ വിമർശനം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ഇത് ഈ സോക്കോൾഡ് ദിലീപ് പക്ഷപാതികൾ, ദിലീപ് ഏട്ടൻ പാവാട ആ ടൈപ്പല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത് ശരിയാണ്. ഞാൻ ആ ഒരു വാദത്തെ, ഒരു സമൂഹത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടൊരു ഹൈപ്പ് ഉണ്ടാകുന്നു, വലിയൊരു താല്പര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു മീഡിയ ട്രയൽ നടക്കുന്നു, അതിനനുസരിച്ച് കോടതികൾ പെരുമാറണമെന്ന് പറഞ്ഞാൽ അത് ഒട്ടുമേ ശരിയല്ല. കോടതികൾ മെറ്റിക്കുലസ് ആയിട്ട് വളരെ മുമ്പിൽ വരുന്ന കേസ്, അതിലെ തെളിവുകൾ, അതിൻ്റെ നിദാനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് മാത്രമേ കോടതി അല്ല ഒരു ജഡ്ജിന് തീർപ്പിലെത്താൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാതെ ധാരാളമായി സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. ഇവിടെ ഒരു മീഡിയ ട്രയൽ ആണോ നടന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ജാഗ്രതയാണോ ഉണ്ടായതെന്നൊരു ക്വസ്റ്റ്യനാണുള്ളത്. ഞാൻ പറയുന്നത് മീഡിയയുടെ ഇതിലുള്ള താല്പര്യം മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയേക്കും. അപ്പോൾ സെലിബ്രിറ്റികൾ പങ്കാളികളായുള്ള കേസിൽ മീഡിയയ്ക്ക് സ്വാഭാവികമായിട്ടും താല്പര്യം ഉണ്ടാകും, അതിൻ്റെ വ്യൂവർഷിപ്പുമായി ബന്ധപ്പെട്ട എലമെൻറ്റുകളൊക്കെ ഉണ്ടാകും. ഇതിലൊറ്റ കാര്യം മാത്രമാണ് ഞാൻ ഒരു പോയിൻ്റായിട്ട്, ഈ കൂട്ടബലാത്സംഗത്തിന് വിധേയയായിട്ടുള്ള ആൾ അവർ ഹയർ കോർട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട് എനിക്കെന്ത് ഈ ജഡ്ജിൽ നിന്ന് ഞാൻ നീതി പ്രതീക്ഷിക്കുന്നില്ല. അതൊരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനാണ്. ഒരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അഗൈൻ നമ്മൾ ചേർത്ത് വായിക്കുക, 2 പ്രോസിക്യൂട്ടർമാർ ഞങ്ങളെ കൊണ്ട് വയ്യ, കോർട്ട് ഹോസ്റ്റലിലാണെന്ന് പറഞ്ഞാൽ അവർ പണി നിർത്തി പോകുന്നു. ഇരയാക്കപ്പെട്ട അതിജീവിതയായിട്ടുള്ള ആൾ ഈ ജഡ്ജിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് മാറ്റിത്തരണം എന്നൊരു പ്രയറുമായിട്ട് ഹയർ കോർട്ടിനെ സമീപിച്ചിരുന്ന ആ മൊമെൻറ്റിൽ ജഡ്ജ് എന്ത് ചെയ്യണമായിരുന്നു? ഞാനിത് ഒഴിയുകയാണ് എന്ന് പറയാം. അതായിരുന്നു ഉയർന്ന ഒരു ഹയർ സ്റ്റാൻഡേർഡ്. ഏതെങ്കിലും നിലക്ക് ഇതിൽ തന്നെ ബന്ധിപ്പിക്കാവുന്ന വിദൂര സാധ്യതകളുള്ള എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഞാൻ ഈ കേസ് ഒഴിയുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ ജുഡീഷ്യറി ഇഷ്ടം പോലെ ഉണ്ടല്ലോ.